ഇപ്പോൾ KPCC അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള ഓട്ടത്തിലാണ്. പക്ഷേ അടുത്ത് വരുന്ന വാർത്തകളൊക്കെ നോക്കുമ്പോൾ ആ അധ്യക്ഷ സ്ഥാനത്തിൽ ഒരു അനിശ്ചിതത്വം കാണാനായി സാധിക്കുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിലും ഒരു വലിയ അനിശ്ചിതത്വം ഉണ്ടായി. 102 എന്ന വലിയൊരു ചരിത്ര നേട്ടത്തിൽ നിന്നും UDF വന്നിട്ടും മുഖ്യമന്ത്രിയെ കാലതാമസം നേരിട്ടാണ് തീരുമാനിച്ചിരുന്നത്. ആ നിലയിലേക്ക് വലിയൊരു കാലതാമസത്തിലേക്ക് KPCC അധ്യക്ഷന്റെ കാര്യത്തിലേക്കും പോകുന്നില്ലേ? എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ഒരുപാട് ജനാധിപത്യമുള്ള പാർട്ടിയാണ്. പിന്നെ പലപ്പോഴും കോൺഗ്രസ്സിലെ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് വോട്ട് ചെയ്താണ്. ഇപ്പോൾ CPM-ലൊക്കെ എങ്ങനെയാണ്? അവിടുന്ന് ഇവിടുന്ന് എല്ലാവരും കൂടെ പറയുന്നു ഓക്കെ പിണറായി വിജയൻ. ശരി, പിണറായി വിജയൻ സഖാവ് പറയുന്നു ഇന്ന ആൾ പാർട്ടി സെക്രട്ടറി. അവർ പാർട്ടി സെക്രട്ടറി ആവുന്നു. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. പക്ഷേ കോൺഗ്രസ്സിൽ അങ്ങനെയല്ല. കോൺഗ്രസ്സിൽ ഹൈക്കമാൻഡുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഒരുപാട് ആളുകൾ പേരുകൾ അങ്ങോട്ട് ശുപാർശ ചെയ്യും. ആ ശുപാർശകൾ അവിടേക്ക് പോകുമ്പോൾ പല പേരുകളും വെട്ടും. അങ്ങനെ വെട്ടി അവസാനം മേളിൽ ചെല്ലുമ്പോൾ ഹൈക്കമാൻഡ് ഏതെങ്കിലും ഒരു പേര് പറയും. ആ പേരിലായിരിക്കും അവസാനം ചെന്ന് നിൽക്കുന്നത്. അതാണ് കോൺഗ്രസിൻ്റെ ഒരു ജനാധിപത്യം എന്ന് പറയുന്നത്. ഗ്രൂപ്പിസം ഒരുപാടുണ്ട്. ഇപ്പോൾ A ഗ്രൂപ്പുണ്ട്, I ഗ്രൂപ്പുണ്ട്, ഇപ്പോൾ അല്ല അതിനപ്പുറത്തേക്ക് പുതിയ പുതിയ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ അധികാരമുണ്ടല്ലോ, അധികാരമുള്ളപ്പോഴാണ് ഈ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാകുന്നത്. കാരണം ഓരോ നേതാക്കന്മാർക്കും ഓരോ പവർ കോക്കസുകളുണ്ടാവും. ഈ കോക്കസുകളാണ് ഇവരെ നിയന്ത്രിക്കുന്നത്, ഇവരെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിനകത്തെ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ഉൾപാർട്ടി ജനാധിപത്യം തന്നെയാണ്. ഒരു ആൾക്കൂട്ടമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. എപ്പോഴും ഒരു ആൾക്കൂട്ടമാണ്. ആ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന അപ്പുറത്തേക്ക് പോകും. CPM-നെ സംബന്ധിച്ച് അങ്ങനെയല്ല. CPM അടിത്തട്ട് മുതൽ വളരെ ശക്തമായിട്ടുള്ള സംഘടനാ സംവിധാനത്തിലൂടെയാണ് വരുന്നത്. അവിടെ ആദ്യമേ ഏരിയ കമ്മിറ്റികൾ തിരഞ്ഞെടുക്കും. ഏരിയ കമ്മിറ്റിയിൽ നിന്നും ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി അങ്ങനെയാണ് പോകുന്നത്. അതെ. പക്ഷേ കോൺഗ്രസ്സിൽ അങ്ങനെയൊന്നുമല്ല. കോൺഗ്രസ്സിൽ ഇപ്പോൾ ഉള്ള കുറച്ച് DCC പ്രതിനിധികൾ അല്ലെങ്കിൽ AICC KPCC പ്രതിനിധികൾ ഇവരെല്ലാം കൂടെ ഒരു ശുപാർശ വെച്ച് ഇന്ന ആളുകളുടെ പേരുകളിലേക്ക് വരും. അല്ലെങ്കിൽ ഹൈക്കമാൻഡിൽ നിന്നും ഇത്ര പേരുകൾ ശുപാർശ വരും. അതിൽ നിന്നും ഏതെങ്കിലും ഒരു പേരുകളിലേക്ക് അവസാനം എത്തും. അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റിൽമെൻറ്റുകൾ വന്ന് പിന്നെ താഴെത്തട്ടിലേക്കുള്ള ഇപ്പോൾ KPCC വൈസ് പ്രസിഡന്റ്, KPCC ജനറൽ സെക്രട്ടറി അങ്ങനെ കുറേ താളുകളുണ്ടല്ലോ. അപ്പം ഇതിലേക്കും കൂടെ ആളുകളെ കൊണ്ടുവരണം. അപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനം A ഗ്രൂപ്പിന് കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള അടുത്ത സ്ഥാനം I ഗ്രൂപ്പ്, ഇപ്പോൾ A ഗ്രൂപ്പിന് കൊടുക്കുകയാണെങ്കിൽ അടുത്തത് I ഗ്രൂപ്പിന് കൊടുക്കും, അടുത്തത് ഗ്രൂപ്പില്ലാത്ത 1-2 പേർക്ക് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ താഴെത്തട്ടിലേക്കുള്ള എല്ലാം അതൊരു ജനാധിപത്യത്തിൽ സൗന്ദര്യമായിട്ട് വേണമെങ്കിൽ പറയാം. വലിയൊരു പാടാണ്. എന്തെങ്കിലും പാളിച്ച അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് പോയി കഴിഞ്ഞാൽ തർക്കമായിരിക്കും. അത് ഇപ്പോൾ എനിക്കറിയില്ല. അപ്പോൾ CPM-നെ പോലെയല്ല കോൺഗ്രസ് എന്ന് പറയുന്നത്. പ്രാദേശിക തലത്തിൽ പോലും ഗ്രൂപ്പ് സംവിധാനത്തിൻ്റെ പേരിൽ വർഷങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്ത പല ആളുകളുമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം നിലനിൽക്കുന്ന സംവിധാനമുണ്ട്. പക്ഷേ CPM-ലും ഉണ്ട്. CPM-ൽ ഇല്ല എന്ന് പറയാൻ കഴിയില്ല. CPM-നകത്തേക്ക് ഗ്രൂപ്പ് സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കൂ, എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയൻ തന്നെ ഇരിക്കുന്നത്? എന്തുകൊണ്ടാണ്? അതിനുള്ളിൽ പോലും പലപ്പോഴും പല കോക്കസുകളുണ്ട്. CPM പ്രധാനമായിട്ടും കണ്ണൂർ മേഖലയിൽ നിന്നുള്ള ആളുകളാണ് CPM-നെ എപ്പോഴും പാർട്ടിയുടെ ഏറ്റവും വലിയ പൊസിഷനിലേക്ക് വരുന്നത്. ഇപ്പോൾ പാർട്ടി പ്രസിഡന്റ് ആണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും ഇതെല്ലാം ഒരു കണ്ണൂർ തലത്തിൽ നിന്നാണ് എപ്പോഴും വരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഒരു കോക്കസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഈ കണ്ണൂർ കോക്കസും അതേപോലെ തന്നെ കൊല്ലം കോക്കസും ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ 2 കോക്കസുകൾ എന്ന് പറയുന്നത്. ഇവർ 2 പേരുമാണ് ആരാണ് അധികാരത്തിലേക്ക് വരേണ്ടത്, ആർക്കൊക്കെയാണ് സ്ഥാനങ്ങൾ കൊടുക്കേണ്ടത്, ഇതിൻ്റെ എല്ലാം ഒരു പരിധി നിശ്ചയിക്കുന്നതും ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ തീരുമാനിക്കുക ഈ 2 കോക്കസിലുള്ള കുറച്ച് നേതാക്കന്മാർ ചേർന്നുകൊണ്ടാണ്. അപ്പോൾ കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാലും അപ്പോൾ നമുക്കറിയാം മുഖ്യമന്ത്രിയായിട്ട് VD സതീശൻ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ VD സതീശൻ നേരത്തെ ഗ്രൂപ്പൊന്നുമില്ലായിരുന്നു. VD സതീശൻ്റെ പേരിൽ എന്താണെങ്കിലും ഒരു ഗ്രൂപ്പ് സംവിധാനങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഇനി അത് കഴിഞ്ഞതിന് ശേഷം I ഗ്രൂപ്പും A ഗ്രൂപ്പും അപ്പം മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മരണശേഷം A ഗ്രൂപ്പ് ഇല്ലാണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ A ഗ്രൂപ്പ് പലതായി സ്പ്ലിറ്റായി പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ A ഗ്രൂപ്പിൽ നിന്നും ശക്തമായിട്ട് വന്നിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം, PC വിഷ്ണുനാഥ്, ചാണ്ടി ഉമ്മൻ ഇവരെല്ലാം ആ ഒരു A ഗ്രൂപ്പ് സംവിധാനത്തെ മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ടിരുന്ന ആളുകളായിരുന്നു. ഇപ്പോൾ T സിദ്ദിഖിനെ പോലുള്ള ആളുകളൊക്കെ A ഗ്രൂപ്പിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമായി നിന്നവരാണ്. പിന്നീട് സ്വന്തമായിട്ട് ഒരു സംവിധാനത്തിലേക്ക് പോകാൻ നോക്കി, പക്ഷേ നടന്നില്ല. അവസാനം ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
നമ്മുടെ AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലിൻ്റെ സംവിധാനത്തിലേക്ക് പോകുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഗ്രൂപ്പ് സംവിധാനങ്ങൾ അങ്ങനെ പല വഴിക്ക് യു ഡി എഫിലല്ല കോൺഗ്രസ് പാർട്ടിയിൽ നിലനിൽക്കുന്നുണ്ട്. KPCC പ്രസിഡൻ്റായിട്ട് ഒരാൾ വരികയാണെങ്കിൽ അയാൾ അത്രത്തോളം ഉള്ള ആളായിരിക്കണം. ഇല്ലെങ്കിൽ പാർട്ടിക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഭരണം വളരെ മോശമാകുന്ന രീതിയിലേക്ക് അത് പോകും. കാരണം അടിത്തട്ട് നേരെയാക്കിയില്ലെങ്കിൽ ഈ പ്രവർത്തകർക്ക് കൃത്യമായിട്ടുള്ള പ്രാതിനിധ്യം കിട്ടിയില്ലെങ്കിൽ, ആ പ്രവർത്തകർക്ക് കൃത്യമായിട്ടുള്ള അക്കോമഡേഷൻ കിട്ടിയില്ലെങ്കിൽ അവർ കൈമലത്തും. കോൺഗ്രസിനെ എപ്പോഴും തോൽപ്പിക്കുന്നത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. ഇതിൽ K മുരളീധരൻ പറഞ്ഞതിനോടാണ് എനിക്ക് യോജിപ്പുള്ളത്. അദ്ദേഹം പറഞ്ഞു ഒരു ഫുൾ ടൈം മെമ്പർ ആയിരിക്കണം KPCC അധ്യക്ഷന്റെ സ്ഥാനത്തേക്ക് വരുന്നത്. MLA ആണെങ്കിൽ കുറച്ചും കൂടെ ജോലി ഭാരം ഉണ്ടാകും. അപ്പോൾ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഫുൾ ടൈം എന്ന വണ്ണം നമ്മുടെ എല്ലാ പ്രദേശത്തും എപ്പോഴും ഓടിയെത്താൻ പറ്റുന്ന ഒരു സജീവമായ അധ്യക്ഷനെയാണ് അവർ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആരായിരിക്കും ഇനിയിപ്പോൾ സാധ്യത ആർക്കായിരിക്കും? സാധ്യതാ പട്ടികയിൽ ഒരുപാട് ആളുകളുണ്ട്. പല MP-മാരുടെയും പേരുകളുണ്ട്, MLA-മാരുടെ പേരുകളുണ്ട്. ഇവരെല്ലാം അക്കോമഡേറ്റ് ചെയ്ത ആളുകളാണ്. സ്വാഭാവികമായിട്ടും ഇതിലൊന്നും പെടാത്ത ഒരാളെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനു മുമ്പിട്ട് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് ആയിട്ടുള്ള സണ്ണി ജോസഫിന് മുമ്പിട്ടുണ്ടായിരുന്നത് K സുധാകരനായിരുന്നു. അപ്പോൾ K സുധാകരൻ KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് അദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഈ കോൺഗ്രസിനെ ഇപ്പോൾ CPM-ലെ പോലെ തന്നെ CPM-ലെ ബ്രാഞ്ച് കമ്മിറ്റികൾ പോലെ ചെറിയ യൂണിറ്റ് കമ്മിറ്റികൾ CUC-കൾ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ശ്രമം നടത്തി. പക്ഷെ അത് പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം ഒരുപാട് ജനാധിപത്യം ഉണ്ടായതുകൊണ്ടും അടിത്തട്ടിൽ ഈ നേതാക്കന്മാരുടെ വില പോകുമെന്നുണ്ടായതുകൊണ്ടും, കാരണം ഈ കുറേ നേതാക്കന്മാരാണ് ഒരു പ്രദേശത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ അവരുടെ പ്രാതിനിധ്യം അല്ലെങ്കിൽ അവർക്ക് കൈകടത്താനുള്ള ഒരു സ്പേസ് നഷ്ടമാകുമെന്നുണ്ടായതുകൊണ്ട് അത് നടന്നില്ല. അതേപോലെ തന്നെ മൈക്രോ ഫിനാൻസ് അതായത് പൈസ എല്ലാ ആളുകൾക്കും അത്യാവശ്യമാണ്. അപ്പോൾ തൻ്റെ പാർട്ടിയിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പണം കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ മൈക്രോ ഫിനാൻസ് പോലെ ഇത് പ്രവർത്തിക്കണം, അങ്ങനെ വലിയ രൂപരേഖയുമായിട്ടാണ് അദ്ദേഹം വന്നത്, വലിയ ഐഡിയോളജിയുമായിട്ടാണ് വന്നത്. പക്ഷെ അതൊന്നും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീടാണ് തർക്കങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യമായി എന്നുള്ളതിൻ്റെ പേരിൽ ഇലക്ഷന് മുമ്പിട്ട് അത് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരാളായിട്ട് അപ്പോൾ സണ്ണി ജോസഫിനെ കൊണ്ടുവന്നു. അപ്പോൾ അത് തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഭാഗപാത്രമായി. അതേപോലെ തന്നെ നമ്മൾ കണ്ടതാണ് ഇലക്ഷന് മുമ്പിട്ട് K സുധാകരൻ രാജിവെക്കാൻ പോകുന്നു, K സുധാകരൻ ബൈ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടാക്കി. പക്ഷേ അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞതാണ് ഏറ്റവും വലിയ ശരി. ഞാൻ എത്രയോ ചെറുതാണ്, ഈ പാർട്ടി എന്ന് പറയുന്നത് എത്രയോ വലുതാണ്. എത്ര കാലം തൊട്ട് ഇപ്പോൾ ആദ്യ തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ മതി, ഈ കോൺഗ്രസ് പാർട്ടിയുടെ AICC ആദ്യ തെരഞ്ഞെടുപ്പ് തന്നെ ഇപ്പോൾ മഹാത്മാഗാന്ധി നിർത്തിയ ഒരാളെ തോൽപ്പിച്ചുകൊണ്ടാണ് മറ്റൊരാൾ AICC പ്രസിഡന്റായിട്ട് കടന്നു വരുന്നത്. അങ്ങനെ ഇനി ആരൊക്കെ നിർത്തിക്കഴിഞ്ഞാലും ഇതിനകത്തൊരു ജനാധിപത്യമുണ്ട്. ഇതിനകത്ത് കുറേ കൂടി ജനാധിപത്യപരമായിട്ടാണ് ഈ പാർട്ടി പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നതും അത് തന്നെയാണ്.